ഷാലോം എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് അനീഷ് സർ. സർ, നഴ്സിംഗ് സ്വപ്നമായി കാണുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ട്രസ്റ്റ് ഒരു സപ്പോർട്ടീവ് ആവുന്നത്? ഷാലോം എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 13 വർഷമായി ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ സേവന രംഗത്തും സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു വളരെ സാധാരണക്കാർ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒരു നഴ്സിംഗ് കോഴ്സ് ഇന്ന് സാധാരണക്കാർക്ക് ഒരു അപ്രാപ്യമായ അവസ്ഥയിലാണ്. ഭയങ്കരമായ ഭീമമായ ഡൊണേഷനുകളും അതുപോലെ വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഇതിനൊരു വിറങ്ങുതടിയായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ കർണാടക ഗവൺമെന്റിന്റെ ഒരു കൃത്യമായ ഉത്തരവാണ്. BSc നഴ്സിംഗ് പഠിക്കുന്നതിന്റെ ഫീസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത്. ഈ ഫീസിൽ എത്ര കുട്ടികൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഫസ്റ്റ് ഇയറിൽ തന്നെ 2-3 ലക്ഷം രൂപ ഡൊണേഷൻ മാത്രമായിട്ട് കോളേജുകാർ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനൊന്നും തെളിവുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ ഇടനിലയിൽ നിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഫീസ് എല്ലാം ഭീമമായ ഫീസുകളും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യുന്നത്. നമ്മുടെ സാലോമിലൂടെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 1,40,000 രൂപ എന്ന് പറയുന്ന ആ ഒരു പൈസ മാത്രമേ കുട്ടികൾ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ജനറൽ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിന്റെയും താമസത്തിന്റെയും മാത്രം ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്. 160 കുട്ടികൾക്ക് നമ്മൾ ആ ഒരു രീതിയിലേക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ BSc നഴ്സിംഗ് ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ 1,40,000 രൂപയ്ക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് നമുക്ക് 200 കുട്ടികൾക്ക് നമ്മൾ ഈ 1,40,000 രൂപ ഇതിനുള്ള രീതിയിലേക്ക് ഇത് ചെയ്യുന്നു. കഴിഞ്ഞ 10-13 വർഷങ്ങളായിട്ട് നമ്മൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ നഴ്സിംഗ് യാതൊരു തര സാമ്പത്തികമായി പഠിപ്പിക്കുന്നു. ഭാഗികമായിട്ട് നമ്മളെ സാധിക്കുന്നത് സാമ്പത്തിക സഹായം നൽകി നമ്മളെ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ രോഗികളായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ ചെന്നിട്ട് അവർക്ക് ടെറസ് രോഗികൾക്ക് വേണ്ട കെയർ ബെഡ്, ഹോസ്പിറ്റൽ ബെഡ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, സക്ഷൻ മെഷീൻ, അങ്ങനെ വേണ്ട ഒരു മിനി ICU നമ്മൾ അവരുടെ വീടുകളിൽ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും നമ്മളൊരു ചാർജുകളും നമ്മൾ ഈടാക്കുന്നുണ്ട്. നമ്മുടെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഠനാനന്തരമാണ് എങ്കിൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കോളേജിന്റെ അംഗീകാരങ്ങൾ, അതുപോലെ പിന്നീട് നമുക്ക് പുറത്തേക്കൊക്കെ പുറ രാജ്യത്തേക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും നഴ്സിംഗ് പഠിച്ചാൽ വിദേശത്ത് പോകണമെന്നുള്ള സ്വപ്നമാണല്ലോ. വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ കോളേജിന്റെ ഭാഗത്തു നിന്നും ബോർഡിന്റെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒത്തിരി രജിസ്ട്രേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. ആ വേണ്ട സർവീസുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള OET, IELTS, ജർമ്മൻ ലാംഗ്വേജ്, ഇങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പഠനത്തിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ള DOH, DH, ഫോമട്രിക്, അങ്ങനെയുള്ള എക്സാമുകൾ അതിന് ആവശ്യമായിട്ടുള്ള ഏത് രാജ്യത്തേക്കാണ് അവർ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സ് ഡ്യൂറേഷൻ 1 വർഷത്തെ മുതൽ 3 വർഷം, ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ 3 വർഷമാണ്, BSc നഴ്സിംഗ് ആണെങ്കിൽ 4 വർഷമാണ്. ഈ പഠന കാലഘട്ടം കംപ്ലീറ്റ് ഈ ട്രസ്റ്റ് ഈ കുട്ടികളുടെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്ന രീതിയിൽ നിന്ന് നമ്മൾ ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. വിദ്യാഭ്യാസ ലോണിന് വേണ്ട സഹായങ്ങൾ, ഫീസുകൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നമ്മൾ കൊണ്ടുപോയി അഡ്മിഷൻ ചെയ്ത് പിന്നീട് വിളിക്കുമ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോകുന്ന ഒരുപാട് ഇടനിലക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട് ഒരു സർവീസുകൾക്ക് നമ്മൾ തടസ്സം വരുത്തിയിട്ടില്ല. പേരൻസിനും വിദ്യാർത്ഥികൾക്കും യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ പള്ളികളിൽ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ, അമ്പലങ്ങളിൽ പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ ആത്മീയപരമായിട്ടുള്ള രീതിയിലേക്കുള്ള അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാവിധ സുരക്ഷിതത്വം നമ്മൾ ഈ കുട്ടികൾക്ക് ഉറപ്പ് നൽകുന്നു. Shalom Educational and Charitable Trust.